രൂപതകളിലൂടെ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പതിവ് പോലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് സീറോ മലങ്കര കത്തോലിക്ക സഭയിലെ മാർത്താണ്ഡൻ രൂപതയുടെ ചരിത്രവിശേഷങ്ങളാണ്. ഇന്ന് വിശുദ്ധ പദവിയിലുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് 1996 ഡിസംബർ 16 തിരുവനന്തപുരം മെട്രോപൊളിറ്റൻ രൂപത വിഭജിച്ച് മാർത്താണ്ഡൻ രൂപത സ്ഥാപിക്കുന്നത്. മോസ്റ്റ് റവറൻ ലോറൻസ് മാർ എഫ്രൈം പിതാവായിരുന്നു ആദ്യത്തെ രൂപത അധ്യക്ഷൻ. മാർത്താണ്ഡം രൂപതയുടെ ചരിത്രം, അജപാലനം, വിദ്യാഭ്യാസം, ആതുരസേവനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിശേഷങ്ങൾ രൂപതാ മെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ വിൻസെന്റ് മാർ പൗലോസ് പിതാവിൻ്റെയും മറ്റു വൈദികരുടെയും വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചറിയാം. ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനി പുനരൈക്യ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതിനോട് ചേർത്ത് മിഷൻ പ്രവർത്തനവും ആരംഭിച്ചു. അന്ന് തെൻ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഈ പ്രദേശത്തും ധന്യനായ മാർ ഇവാനിയോസ് പിതാവ് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിശ്രമം പിതാവ് തൻ്റെ സെക്രട്ടറിയായി സഹായിക്കുവാൻ വന്ന മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലച്ചനെ മാർത്താണ്ഡം പ്രദേശത്തേക്ക് അയച്ചു. 1934 ജൂൺ 29 ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ബിഷപ്സ് ഹൗസിന് അടുത്തുള്ള ഈ സ്ഥലത്ത് വെട്ടുവന്നിയിൽ വന്നിറങ്ങി. അന്ന് സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും പുറകോട്ട് നിന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അച്ഛൻ ഇറങ്ങിച്ചെന്നു. സാധാരണക്കാരുമായിട്ട് സംസാരിച്ച് ഇടപഴകി മാർത്താണ്ഡത്ത് ഒരു മിഷൻ തുടങ്ങുകയും അങ്ങനെ തൻ്റെ ശുശ്രൂഷകൾ ഇങ്ങനെ വ്യാപിപ്പിക്കുകയും ചെയ്തു. 1938 ഈ പ്രദേശത്തെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സിസ്റ്റേഴ്സിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് കണ്ടപ്പോൾ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലച്ചന് മേരി മക്കൾ സന്യാസിനി സമൂഹത്തെ മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടി ആരംഭിച്ചു. അതിനുശേഷം ഇവിടെ തിരുവനന്തപുരം അതിരൂപതയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം വൈദികർ വന്ന് ശുശ്രൂഷകൾ ആരംഭിച്ചു. മിഷൻ പ്രവർത്തനത്തിൽ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് ചെയ്ത ആ ശുശ്രൂഷ ഒരിക്കലും മറക്കാനാവില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കളീക്കവിള കൊല്ലങ്കോട് മേഖലയിൽ അവരുടെ ശുശ്രൂഷ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിൻ്റെയും അതുപോലെ തന്നെ അൽമായ പ്രേക്ഷിതരുടെയും ഒത്തിരി ഉപദേശിമാർ വന്ന് സഹായിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ദൈവകൃപയിൽ ഈ പ്രദേശത്ത് ഒരു ക്രിസ്തീയ സമൂഹം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ചൈതന്യത്തിൽ രൂപം പ്രാപിച്ചു. ഈ പ്രദേശത്ത് തമിഴ്നാടുമായിട്ട് ചേർന്ന് വന്നതുകൊണ്ട് തമിഴ് ഭാഷ ഇവിടുത്തെ സംസാര ഭാഷയായും ഞങ്ങളുടെയൊക്കെ മാതൃഭാഷ തമിഴായി വളർന്നു. ഞങ്ങളൊക്കെ ജനിച്ചത് പിന്നീടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ സംസ്കാരത്തിലും അതുപോലെ തന്നെ ഭാഷയും വേറെ ആയതുകൊണ്ട് ഇവിടെ ഒരു സംവിധാനം, ഒരു എക്ലസ്യാസ്റ്റിക്കൽ സ്ട്രക്ചർ ആവശ്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആദ്യത്തെ കാതോലിക്ക ബാവായിരുന്ന സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവായുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇതൊരു രൂപതയായിട്ട് രൂപം കൊണ്ടു. ആദ്യത്തെ ബിഷപ്പായിട്ട് നിയമിതനായത് മോസ്റ്റ് റവറൻ ലോറൻസ് മാർ എഫ്രൈം പിതാവാണ്. പിതാവ് 1980 മെത്രാനായി തിരുവനന്തപുരം അതിരൂപതയുടെ ഓക്സിലറി ബിഷപ്പായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ഈ പ്രദേശത്തെ കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പിതാവിൻ്റെ ഹെൽത്ത് ഫോർ 1 മില്യൺ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ നാഗർകോവിൽ പ്രദേശം ആയിരുന്നു. പിതാവ് ഈ രൂപതയുടെ ചുമതല 1996 ഡിസംബർ 16 രൂപത പ്രഖ്യാപിക്കപ്പെട്ടു.
97 ജാനുവരി 23 ചുമതലയേറ്റു. പക്ഷേ നമ്മളെ നിരാശരാക്കി ഏപ്രിൽ 8 പിതാവ് സ്വർഗത്തിലേക്ക് കടന്നുപോയി. പിതാവിൻ്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ പിതാവ് നൽകിയ അടിസ്ഥാനവും ഈ രൂപതയ്ക്ക് ഇന്ന് വലിയൊരു പ്രചോദനമായിട്ട് നിലകൊള്ളുന്നു. പിതാവ് ഏറ്റവും വലിയൊരു മിഷനറിയാണ്, ഒരു മാതൃകാപരമായ മിഷനറി ആയിരുന്നു. ഹെൽത്ത്, എല്ലാവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്നും പിതാവ് തുടങ്ങിയ ആ ഹെൽത്ത് ഫോർ 1 മില്യൺ എന്ന പ്രോഗ്രാമിലാണ് രൂപതയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഒരു വർഷം ബഹുമാനപ്പെട്ട മരിയ അത്ഭുതം അച്ഛൻ ഈ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. പ്രത്യേകിച്ച് രൂപത ആരംഭിച്ചപ്പോൾ തന്നെ മെത്രാനില്ലാതെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ചുമതലയിൽ ഈ രൂപത മുമ്പോട്ട് പോകേണ്ടി വന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് 12 അച്ഛന്മാരായിരുന്നു ഈ രൂപതയ്ക്ക് വേണ്ടി ഇൻകാർഡിനേറ്റഡ് പ്രീസ്റ്റായിട്ട് പ്രവർത്തിച്ചത്. 1998 ജൂലൈ 1 ഈ രൂപതയുടെ 2ാമത്തെ ബിഷപ്പായിട്ട് അഭിവന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം തിരുമേനി ചുമതലയേറ്റു. പിതാവ് ഈ രൂപതയിലെ എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനമിടുവാനായിട്ട് പരിശ്രമിച്ചു. മൈനർ സെമിനാരി, സോഷ്യൽ വർക്ക് എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ശുശ്രൂഷകളെയും ശക്തിപ്പെടുത്തുകയും മിഷൻ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ധാരാളം പള്ളികളിൽ ആളുകളെ സന്ദർശിച്ച് ആളുകളെ ശക്തരാക്കി കൂടുതൽ ഈ വളർച്ചയിലേക്ക് നയിച്ചു. 2010 മാർച്ച് മാസം 14 അഭിവന്യ പിതാവ് ഇവിടുന്ന് പത്തനംതിട്ടയിലേക്ക് മാറിപ്പോയി. എളിയവനായ എന്നെ ഈ രൂപതയുടെ ചുമതല സഭ ഏൽപ്പിച്ചു. ദൈവപരിപാലനയിൽ 15 വർഷങ്ങൾ ഈ രൂപതയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ദൈവത്തിൻ്റെ പ്രത്യേക കരുണയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്നു. ഈ രൂപതയ്ക്ക് വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഞാൻ എൻ്റെ കഴിവനുസരിച്ച് ആവുന്നത്ര പരിശ്രമിച്ചു. 2020 ഒക്ടോബർ 1 മുതൽ ഈ രൂപതയുടെ അതിർത്തി ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന്, റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 21 ഡിസ്ട്രിക്റ്റുകളായിട്ട് വികസിപ്പിച്ചു. 2 മേഖലകളായിരുന്ന മേഖലകളെ ഞാൻ 7 മേഖലകളായിട്ട് തിരിച്ചു. അതുപോലെ തന്നെ ഈ പുതിയ 20 ഡിസ്ട്രിക്റ്റുകളിൽ 10 സ്ഥലങ്ങളിൽ മിഷൻ സ്ഥാപിക്കുവാനും ചെറിയ ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഇടയായി. അത് ദൈവത്തിൻ്റെ പ്രത്യേക കരുണയും ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സഹകരണവും ബഹുമാനപ്പെട്ട വൈദികരുടെ പരിശ്രമവും ആണ്. രൂപതയിലാകെ മൊത്തം 18 കമ്മീഷൻസാണുള്ളത്. 18 കമ്മീഷൻസിനും ഓരോ കമ്മീഷനും അതിൻ്റേതായ പ്രത്യേകമായ ജോലിയും അതിൻ്റെ മിഷനും അതിൻ്റെ വിഷനും അവർക്കുണ്ട്. അതനുസരിച്ചാണ് ഒவ்வொரு കമ്മീഷനും പ്രവർത്തിക്കുന്നത്. 18 കമ്മീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ കമ്മീഷൻ ലിറ്റർജി കമ്മീഷനാണ്. രണ്ടാമതായിട്ട് കമ്മീഷൻ ഫോർ തിയോളജി, ഹിസ്റ്ററി ആൻഡ് പബ്ലിക്കേഷനാണ്. മൂന്നാമതായിട്ടുള്ള കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷനാണ്. നമ്മുടെ രൂപതയിൽ മാർത്താണ്ഡ രൂപത എന്ന് പറയുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുള്ള മറ്റ് 20 ജില്ലകൾ കൂടി നമ്മുടെ രൂപതയ്ക്കുണ്ട്. അപ്പോൾ ഈ 20 ജില്ലകളും ഇവാഞ്ചലൈസേഷനായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ജില്ലകളും ക്രമീകരിക്കാനായിട്ട് ഈ കമ്മീഷൻ്റെ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് നയിക്കുകയും അതിനായിട്ടുള്ള ചുമതലപ്പെട്ടിട്ടുള്ളവരെ കുറിച്ച് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ പുതിയതായിട്ട് മിഷൻ തുടങ്ങേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്മീഷനിൽ നമ്മൾ ചർച്ച ചെയ്യും. അടുത്തുള്ള കമ്മീഷൻ ഫോർ ബൈബിളാണ്. അടുത്ത കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ ഫോർ എക്യുമെനിക്സം ആൻഡ് ഡയലോഗാണ്. അപ്പോൾ ഇത് നമ്മുടെ രൂപത സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലാറ്റിൻ രൂപതകളുണ്ട്, സീറോ മലബാർ രൂപതയുണ്ട്, പിന്നെ CSA ഉണ്ട്, മറ്റ് ഡിനോമിനേഷൻസ്
ഒത്തിരി ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രൂപതയായിട്ട് ഇവിടെ നമ്മളായിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ഡിനോമിനേഷൻസുമായിട്ടും മറ്റുള്ള രൂപതകളുമായിട്ടുമുള്ള ചർച്ചകളും കാര്യങ്ങളും ഇതിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അടുത്തായിട്ടുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ ഫോർ ക്ലർജിയാണ്. അടുത്തായിട്ടുള്ള കമ്മീഷൻ ഫോർ വൊക്കേഷൻ ആൻഡ് സെമിനറിയാണ്. അപ്പോൾ നമ്മുടെ രൂപതയ്ക്ക് സെൻറ്റ് എഫ്രേം എന്ന് പറയുന്ന മൈനർ സെമിനറി ഉണ്ട്. അത് മാർത്താണ്ഡത്തു നിന്നും ഒരു 2 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ മൈനർ സെമിനറിയുടെ പരിശീലനം നടക്കുന്നത്. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെ വൊക്കേഷൻ പ്രൊമോഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ മൈനർ സെമിനറിയുടെ പഠന കാര്യങ്ങളും അവിടെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ നമ്മൾ രൂപതയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 18 കമ്മീഷനാണ് നമ്മുടെ രൂപതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ കമ്മീഷനിലൂടെ ഡയസിസിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ ഇത് രണ്ടിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഡയസിൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡയസിസിൽ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മലങ്കര കാത്തലിക് കോളേജ് എന്ന പേരിൽ ആർട്സ് കോളേജും, മാർ എഫ്രേം എന്ന പേരിൽ എഞ്ചിനീയറിംഗ് കോളേജും, മാർ ക്രിസോസ്റ്റം എന്ന പേരിൽ BEd കോളേജും, മലങ്കര സ്കൂൾ ഓഫ് കോമേഴ്സ് എന്ന പേരിൽ ഒരു കമ്മ്യൂണിറ്റി കോളേജിൻ്റെ ഒരു സ്ട്രക്ചറോട് പ്രവർത്തിക്കുകയാണ്. അതോട് സെൻറ്റ് പോൾസ് IAS അക്കാഡമി എന്ന് പറയുന്ന IAS അവർക്ക് കോച്ചിങ് കൊടുക്കുന്ന ഒരു സമ്പ്രദായവും നമ്മുടെ ഡയസിസിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇത് ഡയസിസിൻ്റെ തുടക്കം മുതൽ തന്നെ എഡ്യൂക്കേഷനിൽ വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്തതാണ്. അതിനുശേഷം പല സമയങ്ങളിലായിട്ട് അതിൻ്റെ ആവശ്യമനുസരിച്ച് എഡ്യൂക്കേഷൻ്റെ രീതിയിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മലങ്കര കാത്തലിക് കോളേജ് ആരംഭിച്ച് ഡയസിസിൻ്റെ ആ ഒരു ഏജ്, അതായത് 25 വർഷത്തോളം ആയിട്ടുണ്ട്. അതിനുശേഷം കാലക്രമേണ അനുസരിച്ച് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അപ്പോഴുള്ള ആ നീഡ് അനുസരിച്ച് നമ്മൾ ആരംഭിക്കുകയായിരുന്നു. ഇപ്പോൾ ഡയസിസിൽ പ്രത്യേകിച്ച് നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ അറിയപ്പെടുന്ന നല്ല എഡ്യൂക്കേഷൻ തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മുടെ മാർത്താണ്ഡ രൂപതയുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വളരെ പങ്കുവഹിക്കാറുണ്ട്. അതിൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പിതാവിൻ്റെ മേൽനോട്ടവും മറ്റു നമ്മുടെ ഡയസിസിലെ അച്ഛന്മാരുടെ സഹകരണവും ഇതിൽ കൃത്യമായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ തന്നെ ഡയസിസിൽ സ്കൂൾ എഡ്യൂക്കേഷൻ എയ്ഡഡ് സ്കൂൾസായിട്ടും സെൽഫ് ഫൈനാൻസ് സ്കൂൾസായിട്ടും ഡയസിസിൽ പല സ്കൂൾസുകളുണ്ട്. എയ്ഡഡ് സ്കൂൾസ് എന്ന രീതിയിൽ ഏകദേശം 14 സ്കൂളുകളുണ്ട്. അതിലൊരു 3 ഹയർ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾസും ഹൈസ്കൂളും മിഡിൽ സ്കൂളും പ്രൈമറി സ്കൂളും ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഡയസിൽ ഒരു 3 CBSE സ്കൂൾസ് നമ്മളിപ്പോൾ ആരംഭിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെട്രിക്കുലേഷൻ സ്കൂളും നമ്മുടെ ഡയസിസിൽ പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ എഡ്യൂക്കേഷൻ്റെ ഈ രീതിയിൽ വളരെയധികം ശ്രദ്ധ കാണിക്കുകയും അതിലൂടെ നമ്മുടെ പ്രത്യേകിച്ച് മാർത്താണ്ഡം എന്ന് പറയുന്ന ഈ ഏരിയ അല്ലെങ്കിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എഡ്യൂക്കേഷൻ അല്ലത് ഈ ആളുകളുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് ഡയസിസ് ഒത്തിരി സഹായിക്കുന്നുണ്ട്, അതിൽ മുൻതൂക്കവും തരുന്നുണ്ട്. ഞാൻ മലയാളം പറയുന്നതിൽ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് പറയുന്നതിൽ ക്ലിയർ അല്ലെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങളെ മാർത്താണ്ഡൻ രൂപതയിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് HOM എന്ന് പറയും, ഹെൽത്ത് ഫോർ 1 മില്യൺ. ഇത് ഞങ്ങൾക്ക് തുടങ്ങിയത് ആദ്യത്തെ പിതാവായിരുന്ന അഫ്രൈം പിതാവാണ് തുടങ്ങിയത്.
ഇത് 1976 വർഷം പിതാവ് തുടങ്ങിയതാണ്. അന്ന് പിതാവ് WHO മെമ്പറായിരുന്നപ്പം 2000 വർഷത്തിൽ നാട്ടിലുള്ള എല്ലാവർക്കും ആരോഗ്യം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞതാണ്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിലുള്ള 1 മില്യൺ മക്കൾക്ക് ആരോഗ്യം കൊടുക്കും. അതിൻ്റെ ഇതാണ് ഹെൽത്ത് ഫോർ 1 മില്യൺ. അങ്ങനെ 1976 പിതാവ് ആരംഭിച്ച് അതിൽ പ്രത്യേകിച്ച് പിതാവ് ചെയ്തത് പ്രഗ്നൻറ്റ് വുമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിലും പ്രത്യേകിച്ച് അവർക്ക് കൺസീവായിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയ ഹെൽത്തി ഫുഡ്, അവർക്ക് വേണ്ടിയ സെമിനാർ ക്ലാസ്സുകൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ വഴിയായിട്ട് അവർ ഒരു ഹെൽത്തി ആയിട്ട് ജീവിക്കാനും ഒരു ഹെൽത്തി ആയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പിതാവ് ചെയ്യുമായിരുന്നു. അതിപ്പോഴും നമുക്ക് ഉണ്ട്. SHGs എന്ന് പറയുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇതിൽ കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ പിതാവ് ചെയ്ത ഇന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു സ്പെഷ്യൽ സ്കൂൾ പിതാവ് തുടങ്ങി 1997 HOM സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന ആ സ്കൂളൊന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് തുടങ്ങാൻ കാരണം പിതാവ് പല വീടുകളിലും പോയപ്പോൾ കണ്ടത്, വീടുകളിൽ ചില പിള്ളേരെ അടച്ചിട്ടിരിക്കുന്നത് കണ്ട് പിതാവ് വേദന കൊണ്ട് ഈ പിള്ളേരും ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് എന്ന് പിതാവ് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി തുടങ്ങിയതാണ് ഈ HOM സ്പെഷ്യൽ സ്കൂൾ. ഇതിപ്പം 52 പിള്ളേരുണ്ട്. സ്റ്റാഫ് എല്ലാവരുമായിട്ട് അവർക്ക് ഡേ കെയർ നമ്മളിപ്പം കൊടുത്ത് ആ സ്കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഹോമിൽ ഇന്നൊന്നും ഉള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് MM മാർത്താണ്ഡം മെഡിക്കൽ മിഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇതിൽ വരുന്നതാണ് ക്യാൻസർ പേഷ്യൻ്റ് കെയർ, അതായത് പീറ്റേഴ്സ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇതുവഴിയായിട്ട് ക്യാൻസർ രോഗം ബാധിച്ചിട്ടിരിക്കുന്ന മക്കൾക്ക് ഒരു 48 പേർക്ക് ഇപ്പം മന്ത്ലി 1000 വെച്ച് ഒരു മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൊബൈൽ പാലിയേറ്റീവ് കെയർ. വീടുകളിൽ രോഗികളായിട്ട് ഇരിക്കുന്നവർക്ക്, ബെഡിലിരിക്കുന്നവർക്ക് ഞങ്ങൾ ഇവിടുത്തെ 3 നഴ്സസ് ഒരു വണ്ടിയിൽ തന്നെ വീടുകളിൽ ചെന്ന് അവർക്ക് കെയർ കൊടുക്കുന്നതും അവർക്ക് വേണ്ടിയ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്കൊരു ആംബുലൻസ് സർവീസ് ഉണ്ട്. ഈ ആംബുലൻസ് ഇവിടെ ഈ മാർത്താണ്ഡം പ്രദേശത്ത് ഒരു ഫ്രീസർ ബോക്സ് ഒക്കെ ഉള്ള ഒരു ആംബുലൻസ് ആണ്. പലർക്കും ഇതൊരു സേവയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നും നമ്മുടെ രൂപതയിലെയുള്ള പല പള്ളികളിലും കോളേജസിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം സെമിനാറുകൾ കൊടുക്കുന്നത് ഈ ഹെൽത്ത് സാർന്ന ആക്ടിവിറ്റീസ് എല്ലാം പോയി ചെയ്ത് ഈ സമൂഹത്തിന് ഫലനുള്ളതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർത്താണ്ഡം ഡയസിസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാറ്റഗിസം ഫോർമേഷനിൽ 6300 പിള്ളേർ ഇപ്പോൾ ഈ പരിശീലനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് കർത്താവാകിയ യേശു മിശിഹായെ അറിയുക, അനുഭവിക്കുക, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ്. ഓരോ വൈദിക ജില്ലയിലും ഉള്ള ടീച്ചേഴ്സിന് വർഷത്തിൽ 2 പ്രാവശ്യം അവർ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം, എങ്ങനെയാണ് പിള്ളേരെ ഈ വിശ്വാസ പരിശീലനത്തിൽ ആത്മാർത്ഥതയോട് വളർത്തണം എന്നുള്ള ഒരു ട്രെയിനിങ് ഓരോ ജില്ലകളിലും വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ നടത്താറുണ്ട്. ഇത് ഇങ്ങനെ ടീച്ചേഴ്സ് നല്ല മുറയിൽ പിള്ളേരെ പഠിപ്പിക്കുവാനായിട്ട് പലതരത്തിലുള്ള ട്രെയിനിങ് ഇതുപോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ വിശ്വാസ പരിശീലനയിൽ നമ്മൾ റിട്ടൺ കോമ്പറ്റീഷൻ, ആർട്സ് കോമ്പറ്റീഷൻ, ഇതുപോലെ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് വെച്ച് പിള്ളേരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുറച്ചുകൂടെ അവരുടെ ടാലൻസ് അവരെ കണ്ടുകൊണ്ട് വളരുവാനായിട്ടുള്ള ഒരു ചാൻസും നമുക്ക് നമ്മൾ ഇത് ഈ കാറ്റഗിസം വഴിയായിട്ട് പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷാവസാനത്ത് മെയ് മാസം BOC ബൈബിൾ ഓറിയൻറ്റേഷൻ ക്യാമ്പ് എന്ന ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്. അതുവഴിയായിട്ട് എല്ലാ പിള്ളേരും ഓരോ തീം അനുസരിച്ച് ഓരോ വർഷവും ഓരോ തീമിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ടെക്സ്റ്റ് അതുപോലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ സുനഹദോസ് അംഗീകരിച്ച് നമുക്ക് മലങ്കര സഭയ്ക്ക് മൊത്തമായിട്ട് അവർ തരുന്നതാണ്. നമ്മൾ ആ ടെക്സ്റ്റിൽ നിന്ന് തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതേ തീം പിള്ളേർക്ക് കൊടുത്ത് കാറ്റഗിസം ടെക്സ്റ്റ് ആയാലും BOCയുടെ ടെക്സ്റ്റ് ആയാലും തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പിള്ളേർക്ക് കൊടുത്ത് ആ സംഘടനകൾ നല്ല മുറയിൽ നടത്തുവാനായിട്ട് ശ്രമിക്കുന്നു.
ഇപ്പോൾ വിശ്വാസ പരിശീലനത്തിൽ അനേകം പേർ ഇതിൽ കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇനിയും പ്രവർത്തിക്കും. എല്ലാ കാര്യത്തിലും രൂപത അധ്യക്ഷൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. വിശ്വാസ പരിശീലനയിൽ വളർത്തിക്കൊണ്ട് വരുന്നു. ഞങ്ങളുടെ രൂപതയിലെ വളരെ ശക്തമായും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. ഈ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് വഴിയാണ് ഞങ്ങളുടെ യൂത്ത് മിനിസ്ട്രിയെ ഞങ്ങൾ ചെയ്യുന്നത്. സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻറ്റഗ്രൽ ഗ്രോത്ത് ഓഫ് ദ യൂത്ത്, ഇതാണ് ഈ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് പ്രധാന ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് 5 തലങ്ങളിലൂടെയാണ് അതിനെ ഞങ്ങൾ ഈ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. സ്പിരിച്വൽ ഗ്രോത്ത്, ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത്, കൾച്ചറൽ ഗ്രോത്ത് ആൻഡ് പൊളിറ്റിക്കൽ ഗ്രോത്ത്. ഈ 5 തലങ്ങളിലൂടെയുള്ള ഒരു വളർച്ചയാണ് ഞങ്ങൾ യുവജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഏകദേശം 4000-ലധികം യുവജനങ്ങളാണ് ഞങ്ങളുടെ രൂപതയിലുള്ളത്. ഈ 4000 യുവജനങ്ങളുടെ ഹെവൻലി പാറ്റേണായിട്ട് ഞങ്ങൾ കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ലളിതമായ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യുവജനങ്ങൾ ജീവിതം നയിക്കുന്നത്. ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഇവർക്ക് മീറ്റിങ്ങുകൾ ഇടവക തലത്തിൽ ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. 3 രീതിയിലാണ് ഇവരെ ഞങ്ങൾ നയിക്കുന്നത്: ചർച്ച് ലെവൽ, എക്ലേസിയാസ്റ്റിക്കൽ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ഡയസിഷൻ ലെവൽ. ഈ 3 തലത്തിലും ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അൽമായ സഹോദരന്മാരുടെയും നേതൃത്വത്തിലാണ് ഈ യുവജനങ്ങളെ ഞങ്ങൾ നയിച്ചു കൊണ്ടുപോകുന്നത്. മാസത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന മീറ്റിങ്ങുകളിൽ ആദ്യം നടക്കുന്ന മീറ്റിങ്ങിൽ പലതരമായ ചർച്ചകളിലൂടെ അവരെ ഞങ്ങൾ നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് സാമൂഹികമായും പൊളിറ്റിക്കലായും കൾച്ചറലായും സഭയുടെ വിശ്വാസത്തിലായിട്ടുള്ള പഠിപ്പിക്കൽ വഴിയിലൂടെ അവരെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ഒരു മീറ്റിംഗ് ശരിക്കും ദൈവവചനത്തിലൂടെ അവരെ നയിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. രൂപത തലത്തിൽ നിന്ന് ട്രെയിനിങ് എടുത്തിട്ടുള്ള ഓരോ ടീം അംഗങ്ങളെ ഓരോ ഇടവകയ്ക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരിലൂടെ ദൈവവചനത്തിൽ പിള്ളേർ വളരാനായിട്ട് ലക്ഷോദ്വീപിന വഴി അവരെ ഞങ്ങൾ നയിക്കുന്നുണ്ട്. അതുകൂടാതെ ഓരോ വർഷവും ഒരു ഇയർ പ്ലാൻ ഞങ്ങൾ ക്രമീകരിച്ച് അവർക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം, സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം, അതിലൂടെ കൾച്ചറൽ പ്രോഗ്രാംസ്, സ്പോർട്സ് മീറ്റ്സ് എന്നിവ അവരെ നടത്തി സഭയിലെ ഒരു അംഗമായിട്ട് ചേർത്ത് നിർത്തുന്നു. ഇതുപോലെ പലതരപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് അവരെ മിഷൻ രീതിയിൽ അവരെ വളർത്താനായിട്ട് ഓരോ മിഷൻ സ്റ്റേഷൻസിലുമുള്ള ഓരോ പള്ളികളിലും യുവജനങ്ങളെ കൊണ്ടുചെന്ന് അവിടെ പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ പല രീതിയിൽ യൂത്ത് മിനിസ്ട്രി ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഇന്ന് 90ഓളം അച്ഛന്മാർ, 100ഓളം പള്ളികളും മിഷൻസുമാണ് നമുക്കുള്ളത്. 209ഓളം സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നു. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ രൂപതയിൽ ഇന്ന് തമിഴ് ഭാഷ സംസാരിക്കുന്ന എല്ലാവരും തന്നെ, എല്ലാ വൈദികരും തന്നെ ഈ രൂപതയിൽ ജനിച്ചു വളർന്നവരും അല്ലെങ്കിൽ ഈ രൂപതയിൽ തന്നെ ഉള്ളവരാണ്. അപ്പം തമിഴ് പഠിച്ച് തമിഴ് മക്കളോട് ചേർന്ന് വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ കൊച്ചച്ഛന്മാർ ധാരാളം പേരുണ്ട്. കഴിഞ്ഞ 2010 ശേഷം വൈദികരായവർ തന്നെ 50 അച്ഛന്മാരിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് അവരുടെ ആ ശുശ്രൂഷയിൽ ഈ രൂപത മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ നമ്മളെ മറ്റച്ഛന്മാരുടെ അതിന് മുമ്പുണ്ടായിരുന്ന 2010 ശേഷമാണല്ലോ ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് പക്ഷേ വലിയൊരു വൈദിക സമൂഹമുണ്ട് ഇവിടെ ഈ പ്രദേശങ്ങളിലുള്ള മിഷനുകളിലും. അതുപോലെ പരിശ്രമിച്ച ഈ രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ച സമർപ്പണ മനോഭാവത്തോടു കൂടി ശുശ്രൂഷ ചെയ്ത വൈദികരുണ്ട്. അപ്പോൾ ഈ വൈദികരുടെ സഹകരണവും അവരുടെ ശുശ്രൂഷയും ഈ പ്രത്യാശ നൽകുന്നു ഈ രൂപതയുടെ മുമ്പോട്ടുള്ള യാത്രയിൽ. ദൈവത്തിൻ്റെ കൃപയിൽ മുമ്പോട്ട് പോകുന്നു. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു.
നിങ്ങളോട് പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി. ഈ രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സഹായവും സഹകരണവും പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. രൂപതകളിലൂടെ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മാർത്താണ്ഡൻ രൂപതയുടെ ചരിത്രവിശേഷങ്ങളാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു രൂപതയുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.